ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റിധൂസ് കിച്ചൻ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയുമായിട്ടാണ്. എഗ്ഗ് ഫ്രൈ. വളരെ ടേസ്റ്റി ആയിട്ട് വളരെ സോഫ്റ്റ് ആയിട്ട് എഗ്ഗ് എങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാമെന്ന് നോക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. ഇതിനു വേണ്ടി ഞാനിവിടെ 2 ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി എഗ്ഗിൻ്റെ വൈറ്റും യോക്കും നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് 2 ബൗളിലേക്കും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ എഗ് വൈറ്റും യോക്കും സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഒരു വിസ്കോ ബീറ്ററോ എന്ത് വേണമെങ്കിലും ഉപയോഗിച്ച് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ എഗ് വൈറ്റ് നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എഗ് യോക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ രണ്ടും നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എഗ്ഗ് യോക്കിലേക്ക് ഒരു ഗ്രീൻ ചില്ലി, മല്ലിയില, അതുപോലെ ചെറിയ പീസ് ടൊമാറ്റോ, ഇനി ഒരു സവാള ചെറുതായി കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള എഗ്ഗ് വൈറ്റിലോട്ട് ഇത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്യുമ്പോൾ പതുക്കെ മിക്സ് ചെയ്തെടുക്കുക. അതിൻ്റെ സോഫ്റ്റ്നെസ് കളയാതെ പതുക്കെ ചെയ്തെടുക്കാം. ഒരു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മിക്സ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ എഗ് ഫ്രൈ ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ എല്ലാ വീഡിയോസും ഒന്ന് കാണുക. താങ്ക്സ് ഫോർ വാച്ചിങ്.